സംസ്ഥാനത്ത് പൊളിക്കാനുള്ള സർക്കാർ വാഹനങ്ങൾക്കും കേസിൽപ്പെട്ട വാഹനങ്ങൾക്കും വിലയിടാൻ മോട്ടോർ വാഹന വകുപ്പിന് അനുമതി. 10,000 വാഹനങ്ങൾ വിലയിട്ട് പൊളിക്കൽ കേന്ദ്രങ്ങളിൽ എത്തിക്കാനാണ് സർക്കാരിന്റെ നീക്കം. അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർക്കാണ് വിലയിടാനുള്ള ചുമതല. പോലീസ് കസ്റ്റഡിയിലുള്ള 8,000 വാഹനങ്ങൾക്കും 15 വർഷങ്ങൾ പൂർത്തിയായി സർക്കാർ ഒഴിവാക്കിയ 2,000 വാഹനങ്ങൾക്കും വിലയിടാനാണ് മോട്ടോർ വാഹന വകുപ്പിന് സർക്കാർ അനുമതി നൽകിയത്. നേരത്തെ പഴയ വാഹനങ്ങൾക്ക് വിലയിട്ടിരുന്നത് പൊതുമരാമത്ത് വകുപ്പിലെ മെക്കാനിക്കൽ എഞ്ചിനീയർമാരാണ്. ഈ തസ്തികയിൽ 3 പേർ മാത്രം സർവീസിൽ ഉള്ളതിനാലാണ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർക്കും ചുമതല നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ വാഹന പൊളിക്കൽ നയമനുസരിച്ചാണ് നടപടികൾ പൂർത്തിയാക്കുക. കേസിൽപ്പെട്ട് ഉടമ ഉപേക്ഷിച്ച വാഹനങ്ങൾ അടിയന്തരമായി പൊളിക്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് കോടതിയും നിർദ്ദേശിച്ചിരുന്നു. ഇതോടെയാണ് നടപടി വേഗത്തിലാക്കാനുള്ള സർക്കാർ തീരുമാനം. സംസ്ഥാനത്ത് പൊളിക്കൽ കേന്ദ്രങ്ങൾ ഇല്ലാത്തതിനാൽ വിലയിട്ട ശേഷം ഇതര സംസ്ഥാന കേന്ദ്രങ്ങളിലാകും വാഹനങ്ങൾ എത്തിക്കുക. കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പുതുക്കി ഉപയോഗിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അനുമതി തേടിയെങ്കിലും സർക്കാർ നിഷേധിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പൊളിക്കൽ നയം പൂർണ്ണമായി നടപ്പാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. KSRTC ഒഴികെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്രയധികം വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി കേന്ദ്രം പ്രഖ്യാപിച്ചത് 100 കോടി രൂപയുടെ ധനസഹായം. അതിൽ 50 കോടി രൂപ ഇതിനകം ലഭിച്ചു. ബാക്കി 50 കോടി ലഭിക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ വാഹന പൊളിക്കൽ നയം സർക്കാർ പൂർണ്ണമായി നടപ്പാക്കേണ്ടതുണ്ട്. സിറിൽ ഡി ലെസ്ലിക്കൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം.